ഹലോ. ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ വിചാരിക്കും ഇനി ഇതൊന്നും വേണ്ടെന്ന്. പക്ഷെ വൈകുന്നേരമായ വിശപ്പ് എവിടുന്നാ വരുന്നതെന്നറിയില്ല. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന കപ്പൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള ഒരു ഉള്ളിച്ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. ഒരു കുഞ്ഞു ഉരുളിയിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, കാന്താരി മുളകും ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടോടുക്ക് ഞങ്ങൾ കഴിച്ചു തുടങ്ങാം കേട്ടോ. ആദ്യം കപ്പ, പിന്നെ ചമ്മന്തി, പിന്നെ നല്ല ചൂടുള്ള ഒരു കട്ടൻ ചായയും കൂടി എടുത്ത ആഹാ അന്തസ്. ഇനി എങ്ങനെയാണ് കഴിക്കണമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. കപ്പ എടുക്കുക, ചമ്മന്തിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക, കഴിച്ചു തുടങ്ങുക. നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ചായയും കുടിക്കാൻ മറക്കണ്ട. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.